കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ഫെമ ചട്ടലംഘനം കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രി, മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നോട്ടീസ് അയച്ചത്. ഇഡിയുടെ നോട്ടീസ് ബിജെപിക്കും യുഡിഎഫിനും വേണ്ടിയുള്ള പാദസേവയാണെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. 2021 രജിസ്റ്റർ ചെയ്ത കേസിൽ 3 വർഷം നീണ്ട അന്വേഷണത്തിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. കാരണം കാണിക്കൽ നോട്ടീസിൽ നേരിട്ടോ അഭിഭാഷകൻ വഴിയോ വിശദീകരണം നൽകണം. ഫെമ നിയമ ചട്ടലംഘനം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇഡി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മസാല ബോണ്ട് വഴി കണ്ടെത്തിയ പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് കണ്ടെത്തൽ. 2019 9.72 പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ബോണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. ഇഡിയുടെ നോട്ടീസ് ബിജെപിക്കും യുഡിഎഫിനും വേണ്ടിയുള്ള പാദസേവയാണെന്നും എന്തിനാണ് തന്നെ വിളിപ്പിക്കുന്നതെന്ന് ഇതുവരെ ഇഡി ഉത്തരം പറഞ്ഞിട്ടില്ല എന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളിക്കളയാവുന്ന ഒരു കാര്യം വെച്ച് ഷോക്കോസ് കൊടുത്തിരിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഈ രാഷ്ട്രീയ കളിയാണ് ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിജെപിക്കുള്ള പാദസേവ അതിനൊത്ത് താളം പിടിക്കാനായിട്ട് യുഡിഎഫ് നേതാക്കന്മാർ ഇറങ്ങുന്നത് സങ്കടകരമാണ്. ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിശദീകരണം നൽകേണ്ടത്. വിശദീകരണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഇഡി തുടർ നടപടികളിലേക്ക് കടക്കും. അതേസമയം കിഫ്ബി മസാല ബോണ്ടിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജി നിലനിൽക്കുമോ എന്നതിൽ ഹൈക്കോടതി വാദം കേൾക്കും. മീഡിയ 1 കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാരിനെയും സിപിഎമ്മിനെയും പ്രതിരോധത്തിലാക്കുന്നതാണ് ഇഡി നടപടി. നോട്ടീസിന് പിന്നിൽ ബിജെപിയുടെ രാഷ്ട്രീയ നീക്കമാണെന്നും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ വെല്ലുവിളിയെന്നുമാണ് സിപിഎമ്മിന്റെ നിലപാട്. സിപിഎമ്മിനെയും മുഖ്യമന്ത്രിയെയും വരുതിയിലാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കളമൊരുക്കി കൊടുക്കാനുള്ള തന്ത്രമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കുടുംബാംഗങ്ങൾ അന്വേഷണ നിഴലിൽ വന്നിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇഡി നേരിട്ട് നോട്ടീസ് അയക്കുന്നത് ഇതാദ്യം. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കേണ്ട ബാധ്യത പാർട്ടിക്കും സർക്കാരിനുമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് ഇഡിപ്പക എന്നാണ് സിപിഎമ്മിന്റെ വിമർശനം. ബിജെപിയുടെ രാഷ്ട്രീയ കളിയെന്നും പിന്നിൽ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വെല്ലുവിളിയെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. എല്ലാ തെരഞ്ഞെടുപ്പിലും വരാറുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഇഡി കടലാസൊന്നും അയക്കാതിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ കടലാസ് വന്നു എന്നുള്ളത് വ്യക്തമായി. ഇതെല്ലാം രാഷ്ട്രീയ കളിയല്ലേ, ഒന്നുമല്ല. ബിജെപിയുടെ രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തെ തകർക്കാനാണ്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. എന്നാൽ ബിജെപി സിപിഎം ഡീൽ എന്നാണ് ഇഡി നോട്ടീസിൽ കോൺഗ്രസ് പ്രതികരണം. മുഖ്യമന്ത്രിയെയും സിപിഎമ്മിനെയും ഭീഷണിപ്പെടുത്തി വിധേയരാക്കി ബിജെപിയെ ജയിപ്പിക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇതിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിന്റെ ഒരു 10 ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും സിപിഎമ്മിനെയും മുഖ്യമന്ത്രിയെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇഡി ഒന്നും ചെയ്യില്ല. കേരളത്തിൽ ബിജെപിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പിച്ച് സിപിഎം നേതൃത്വത്തെ പേടിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നല്ലാതെ ഞാൻ കൂടുതലൊന്നും ഇഡി ചെയ്യില്ല. നോട്ടീസ് തമാശയെന്നും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രിത നീക്കമെന്നുമായിരുന്നു KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. പ്രധാനപ്പെട്ട ശബരിമല ഇഷ്യൂവിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബോധപൂർവമായ ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഇഡി നോട്ടീസ്. അതും മാല എലിയെ പ്രസവിച്ച അവസ്ഥയിൽ തന്നെ അത് അവസാനിക്കും. അതൊരു താൽക്കാലിക ശ്രദ്ധ തിരിക്കൽ അടവ് നയം മാത്രമായിട്ട് ഞങ്ങളതിനെ കാണുന്നു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അവസാന ലാപ്പിൽ ഇഡി നോട്ടീസും പ്രധാന പ്രചാരണ വിഷയമാകുമെന്ന് ഉറപ്പ്. മീഡിയ 1 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിൽ. രാഹുൽ പാലക്കാട് നിന്ന് കടന്ന ദിവസത്തെ ദൃശ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്തത്. ഫ്ളാറ്റിലെ കെയർടേക്കറിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുകയാണ്. രാഹുൽ പോയെന്ന് കരുതുന്ന ചുവന്ന പോളോ കാർ സിനിമാ താരത്തിന്റേതാണെന്നാണ് സൂചന. യുവതി സമർപ്പിച്ച ശബ്ദരേഖയിലുള്ളത് രാഹുലിന്റെ സംഭാഷണമാണെന്ന് സ്ഥിരീകരിച്ചു. പാലക്കാട്ടെ രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ വെച്ച് മെയ് അവസാന വാരം പീഡിപ്പിച്ചെന്ന യുവതിയുടെ മൊഴി പ്രകാരം കഴിഞ്ഞ ദിവസം 4 മണിക്കൂർ നീണ്ട പരിശോധനയായിരുന്നു അന്വേഷണ സംഘം നടത്തിയിരുന്നത്. എന്നാൽ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല. DVR കസ്റ്റഡിയിലെടുത്ത് നടത്തിയ പരിശോധനയിലാണ് രാഹുൽ പാലക്കാട് നിന്നും പോയ ദിവസത്തെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയത്. ഫ്ളാറ്റിലെ കെയർടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തതാകാമെന്നാണ് നിഗമനം. കെയർടേക്കറെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി SIT സംഘം ഇന്ന് വിവരങ്ങൾ ശേഖരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറെയും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് ചുവന്ന പോളോ കാറിലാണ് രാഹുൽ പോയതെന്ന വിവരം ലഭിച്ചത്. ഈ കാർ ഒരു സിനിമാ താരത്തിന്റേതാണെന്നാണ് സൂചന. അതേസമയം യുവതി സമർപ്പിച്ച ശബ്ദരേഖയിലുള്ളത് രാഹുലിന്റെ തന്നെ സംഭാഷണമാണെന്നാണ് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട്. ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ലെന്നാണ് വിവരം.
വ്യാഴാഴ്ച വൈകുന്നേരം ഈ ഫ്ളാറ്റിൽ നിന്ന് ചുവന്ന പോളോ കാറിൽ രാഹുൽ പോയ വഴികളിലൂടെ അന്വേഷണം നടത്തുകയാണ് SIT സംഘം. ഇതിനായി ആ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നത്. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ രാജി ആവശ്യപ്പെടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, ആ കട്ടിൽ കണ്ട് പനിക്കണ്ട. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. അല്പസമയത്തിനകം രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. രാഹുലിനായി ഇനിയും പ്രതികരിക്കുമെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. കേസിൽ 4ാം പ്രതിയായ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. അതിജീവിതയുടെ പരാതിയിൽ ഇന്നലെ രാത്രിയാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് രാഹുലിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. വീഡിയോ ചിത്രീകരിക്കാനായി ഉപയോഗിച്ച ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ കണ്ടെത്താൻ രാഹുലിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. എന്നാൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയെന്ന ആരോപണം രാഹുൽ നിഷേധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനായി ഇനിയും പ്രതികരിക്കുമെന്നും രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. അതിനിടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. ഇരയുടെ വ്യക്തിത്വം വെളിവാക്കിയിട്ടില്ലെന്നും 1.5 വർഷം മുമ്പ് പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് താഴെ മറ്റാളുകൾ കമന്റ് ചെയ്തതാണ് എന്നുമാണ് ജാമ്യഹർജിയിൽ സന്ദീപിന്റെ വാദം. അതിജീവിതക്കെതിരായ എല്ലാ ഉള്ളടക്കങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് മെറ്റയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ശരിയായ നടപടിയാണെന്ന് K മുരളീധരൻ. ചില വൃത്തികെട്ടവന്മാർക്ക് എന്തും വിളിച്ചു പറയാമെന്ന് കരുതേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. തെറ്റാര് ചെയ്താലും ശിക്ഷിക്കപ്പെടണമെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ കേസിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ നിയമ നടപടികൾ അവർ തന്നെ നേരിടേണ്ടി വരും. ഇന്നലെ ഒരാളെ പൊക്കിയിട്ടുണ്ടല്ലോ, ഒരു യൂട്യൂബുകാരനെ. ഇതുപോലത്തെ വൃത്തികെട്ട കുറെ ആളുകൾ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട്. എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്ന ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു ബന്ധവുമില്ല. പാർട്ടി നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് നിയമലംഘനം ആര് നടത്തിയാലും, തെറ്റായ കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന പ്രശ്നോദിക്കുന്നില്ല. ഒരു പ്രതിരോധമില്ല, ഒരാൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധമില്ല. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ. SIR-നെതിരായ തമിഴ്നാടിന്റെ ഹർജികൾ ഡിസംബർ 4-ന് സുപ്രീംകോടതി പരിഗണിക്കും. BLO-മാർ കടുത്ത സമ്മർദ്ദം അനുഭവിക്കുന്നുവെന്ന് ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ TVK ചൂണ്ടിക്കാട്ടി. ഡിസംബർ 4-ന് BLO-മാരുടെ പ്രശ്നം പ്രത്യേക വിഷയമായി തന്നെ എടുക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. SIR-നെതിരായ കേരളത്തിന്റെ ഹർജികൾ നാളെ സുപ്രീംകോടതി പരിഗണിക്കും. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും SIR-നെയും വിമർശിച്ച സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ നീക്കം ചെയ്യിച്ച് കേരള പോലീസ്. മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേരുടെ FB പോസ്റ്റുകളാണ് നീക്കം ചെയ്തത്. പോലീസിന്റെ പരാതി പരിഗണിച്ചാണ് പോസ്റ്റ് നീക്കം ചെയ്തതെന്ന് FBയുടെ നോട്ടിഫിക്കേഷൻ പറയുന്നു. ധ്രുവറാട്ടിയടക്കം ദേശീയ തലത്തിലെ പ്രമുഖ സാമൂഹിക മാധ്യമ ആക്ടിവിസ്റ്റുകളുടെ പോസ്റ്റുകൾ നിലനിൽക്കുമ്പോഴാണ് മലയാളി ആക്ടിവിസ്റ്റുകൾ ഇട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെടുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ട്രോളി മാധ്യമപ്രവർത്തകൻ മുക്താർ ഉദരംപോയിലിട്ട പോസ്റ്റാണിത്. പോസ്റ്റ് FB ഒഴിവാക്കി. ബീഹാറിലെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമെന്ന മീഡിയ 1 വാർത്ത ഷെയർ ചെയ്ത് കമന്റിട്ട മറ്റൊരു പോസ്റ്റും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്ന കെന്നി ജേക്കബ് എന്ന പ്രൊഫൈലിലെ പോസ്റ്റിനും സമാന അവസ്ഥ തന്നെ. SIR-നെ കുറിച്ച് എഴുതിയ ഇർഷാദ് ലാവണ്ടർ എന്ന പ്രൊഫൈലിലെ പോസ്റ്റും FB മുക്കി. സംസ്ഥാന പോലീസിന്റെ പരാതിയാണ് പോസ്റ്റ് ഒഴിവാക്കാൻ കാരണമായി എല്ലാ പ്രൊഫൈലുകളിലും വന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. വോട്ട് ചോരി, SIR, ബീഹാർ തെരഞ്ഞെടുപ്പ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനവും രോഷവും രാജ്യത്താകെ ശക്തമാണ്. ധ്രുവരാട്ടി, മുഹമ്മദ് സുബൈർ തുടങ്ങി പ്രമുഖരായ സൈബർ ആക്ടിവിസ്റ്റുകളെല്ലാം ദിനംപ്രതി ഇത് സംബന്ധിച്ച പോസ്റ്റുകൾ പല സാമൂഹ്യ മാധ്യമങ്ങളിലും പങ്കുവയ്ക്കുന്നുണ്ട്. അവ ഇപ്പോഴും ലഭ്യവുമാണ്.
എന്നിരിക്കെ കേരളത്തിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പോസ്റ്റുകൾ നിയന്ത്രിക്കപ്പെടുന്ന ചോദ്യമാണ് സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ ചോദിക്കുന്നത്. ഞാൻ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ചുകൊണ്ടൊരു ട്രോള് ഒരു പോസ്റ്റ് ചെയ്തതാണ് എനിക്കെതിരെ റിപ്പോർട്ട് ചെയ്തത്. അത് കേരള ലോ എൻഫോഴ്സ്മെൻ്റ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്, പരാതി എന്നാണ് അതിൽ കാണിക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളാണ്, ഇപ്പോൾ ഒരു ആഴ്ചക്കുള്ളിലാണ് ഇങ്ങനെ നടപടി വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ചില പോസ്റ്റുകളൊക്കെ മാസങ്ങൾക്ക് മുമ്പിട്ട പോസ്റ്റുകളൊക്കെ ഇപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള നിലക്ക് നടപടിയായിട്ടൊക്കെയാണ് അതിനെ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. സംഘപരിവാർ വിമർശകനായ ആബിദ് അടിവാരത്തിന്റെ FB പേജ് തന്നെ ഇന്ത്യയിൽ ലഭ്യമല്ലാതായി. സംസ്ഥാന പോലീസിലെ സൈബർ വിങ്ങാണ് ഫേസ്ബുക്കിനോടും മറ്റും പോസ്റ്റ് നീക്കം ചെയ്തതിനായി ആവശ്യപ്പെടാറുള്ളത്. ഏത് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് നടപടിയെന്നാണ് ഇനി വ്യക്തത വരേണ്ടത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ കൂടി അറിവോടെയെന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ. ബോർഡിന് ഇക്കാര്യത്തിൽ കൂട്ടുത്തരവാദിത്തമാണുള്ളതെന്നും കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ A. പത്മകുമാർ ചൂണ്ടിക്കാട്ടി. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് 2019 ഇതിന്റെ ഉത്തരവാദിത്വം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന് മാത്രമെന്നായിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന N. വിജയകുമാറും KP ശങ്കർദാസും അന്വേഷണ സംഘത്തിന് നൽകിയിരുന്ന മൊഴി. ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് A. പത്മകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ ബോർഡ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. അന്നത്തെ ബോർഡ് അംഗങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. പിന്നെ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നാണ് പത്മകുമാറിന്റെ ചോദ്യം. സ്വർണ്ണപ്പാളികളെ രേഖകളിൽ ഉദ്യോഗസ്ഥർ പിച്ചള എന്നാണ് എഴുതിയത്. ചെമ്പെന്ന് രേഖപ്പെടുത്താൻ താൻ ആവശ്യപ്പെട്ടു. അടിസ്ഥാന ലോഹം ചെമ്പായതിനാലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതെന്നാണ് പത്മകുമാർ വിശദീകരിക്കുന്നത്. സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതിൽ തെറ്റുണ്ടായിരുന്നെങ്കിൽ ബോർഡ് അംഗങ്ങൾക്ക് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കാമായിരുന്നുവെന്നും പത്മകുമാർ വിശദീകരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. മീഡിയ 1, തിരുവനന്തപുരം. വഖഫ് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ കേന്ദ്ര വഖഫ് പോർട്ടലായ ഉമീദിൽ രജിസ്റ്റർ ചെയ്യാൻ സമയപരിധി നീട്ടണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാതെ വരികയാണെങ്കിൽ ഈ മാസം 6-നകം ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്നും കോടതി പറഞ്ഞു. ശനിയാഴ്ചയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട അവസാന തീയതിയെന്ന് സോളിസിറ്റർ ജനറൽ പറഞ്ഞു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, സമയപരിധി നീട്ടണമെന്നുള്ള ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പലർക്കും ട്രൈബ്യൂണലിനെ സമീപിക്കേണ്ടതായും വരും. അജിൽസി, മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഉൾപ്പെടെയാണ് സുപ്രീം കോടതിയെ സമീപിക്കുകയും ഈ തീയതി നീട്ടി നൽകണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ തീയതി നീട്ടി നൽകുക സാധ്യമല്ല എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ വഖഫ് പോർട്ടലിൽ ഈ സ്വത്തുക്കൾ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് ട്രൈബ്യൂണലുകളെ സമീപിക്കാമെന്ന് കോടതി പറയുകയായിരുന്നു. അതല്ലാതെ സമയം നീട്ടി നൽകാൻ സാധിക്കില്ല, ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാം. ഒപ്പം ഈ 100 വർഷത്തിലധികം പഴക്കമുള്ള സ്വത്തുക്കളുണ്ട്, അതിന്റെ രേഖകൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യം ഇന്ന് കപിൽ സിബൽ കോടതിയെ ഉന്നയിച്ചു. അവർക്കും അത്തരത്തിൽ രേഖകൾ കൈവശമില്ലാത്ത ആളുകൾക്കും ട്രൈബ്യൂണൽ സമീപിക്കാമെന്നുള്ള നിർദ്ദേശമായിരുന്നു സുപ്രീം കോടതി നൽകിയത്. അതേസമയം 99% ആ രേഖകളും വഖഫ് സ്വത്തുക്കളും ഈ സൈറ്റിൽ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചത്. 1,16,600 സ്വത്തുക്കൾ ഇന്നുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടോ ഇല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്ന് കൂടി സോളിസിറ്റർ ജനറൽ കൂടി അറിയിക്കുകയായിരുന്നു. ഈ വെബ്സൈറ്റിന്, ഈ ഉമീദ് പോർട്ടലിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കൃത്യമായിട്ട് അതിൽ രേഖകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു ഹർജിക്കാർ കോടതിയെ വാദിച്ചത്. എന്നാൽ അത്തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കണമെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ഇന്ന് ഹർജിക്കാരോട് പറയുകയായിരുന്നു. എന്തായാലും ആവശ്യം അംഗീകരിച്ചില്ല. 6-ാം തീയതിക്കുള്ളിൽ ഈ ബുദ്ധിമുട്ടുള്ള ആളുകൾ 6-ാം തീയതിക്കുള്ളിൽ ട്രൈബ്യൂണലെ കൂടി സമീപിക്കണമെന്ന് കൂടി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് വസ്തുക്കൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള പരിശീലനം വൈകിപ്പിച്ച് സംസ്ഥാന വഖഫ് ബോർഡ്. അപ്ലോഡ് ചെയ്യേണ്ടതിന്റെ തലേ ദിവസമാണ് ഇത് സംബന്ധിച്ച് പരിശീലനം വച്ചത്. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലെ വഖഫ് ഭാരവാഹികൾക്കുള്ള പരിശീലനം വച്ചിരിക്കുന്നത് 4-ാം തീയതിയാണ്. അവസാനഘട്ടം പരിശീലനം നൽകുന്നതുകൊണ്ട് കാര്യമില്ലെന്ന് വഖഫ് ഭാരവാഹികൾ പറയുന്നു. എല്ലാ ജില്ലകളിലെയും പരിശീലനം ക്രമീകരിച്ചപ്പോൾ ഉണ്ടായ ഞെരുക്കമാണെന്ന് വഖഫ് ബോർഡ് അധികൃതർ അറിയിച്ചു. കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടെ തിരോധാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ മകൻ സാൻഡർ ലാമ.
മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ പോകാൻ അനുവദിച്ചത് ആശുപത്രിയുടെ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ആരോപണം. ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന സ്ഥലത്തുനിന്ന് മൃതദേഹം ലഭിച്ചതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ വീഴ്ചയടക്കം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. It is not the cops' fault. It is the system's fault. If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure, those people told me that he can say his name. He doesn't know his name, dude. How are you lying? I have medical proof of that. സൂരജ് ലാമയെ അന്വേഷിച്ച് മകൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരാൾ അഡ്മിറ്റ് ആയിട്ടില്ലെന്നാണ് അധികൃതർ ആദ്യം നൽകിയ മറുപടി. തൊട്ടു പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ അഡ്മിറ്റ് ചെയ്തിരുന്നതായി മെഡിക്കൽ കോളേജ് അധികൃതർ സമ്മതിച്ചു. പിതാവിന്റെ അസുഖം ഭേദമായതുകൊണ്ടാണ് പറഞ്ഞുവിട്ടതെന്നായിരുന്നു സൂപ്രണ്ടിന്റെ മറുപടി. മദ്യദുരന്തത്തിൽപ്പെട്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ട ഒരാളുടെ അസുഖം എങ്ങനെയാണ് ഭേദമാകുന്നതെന്നും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ പിതാവിനെ പോകാൻ അനുവദിച്ചത് വലിയ വീഴ്ചയാണെന്നും മകൻ സാൻഡൻ ലാമ ആരോപിക്കുന്നു. രാഷ്ട്രപതിയുടെ സന്ദർശന ദിനമായതിനാൽ പിതാവിന്റെ തിരോധാനത്തിൽ കാര്യമായ അന്വേഷണം നടന്നിരുന്നില്ലെന്നും മൊത്തം സിസ്റ്റത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സൂരജ് ലാമയുടെ മകൻ പ്രതികരിച്ചു. അതേസമയം ലാമയുടെ ഹേബിയസ് കോർപ്പസ് പരിഗണിക്കവേ ഹൈക്കോടതിയും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന കളമശ്ശേരി HMT പരിസരത്ത് നിന്ന് മൃതദേഹം ലഭിക്കുന്നത് അധികൃതരുടെ നിരീക്ഷണക്കുറവ് ചൂണ്ടിക്കാണിക്കുന്നതാണ്. നാളെ ആരെങ്കിലും ഒരാളെ കൊന്നുകൊണ്ടിട്ടാൽ എങ്ങനെ അറിയുമെന്നും കിട്ടിയ മൃതദേഹം സൂരജ് ലാമയുടെ അല്ലെങ്കിൽ ആരുടേതാണ് എന്ന് ഉടൻ കണ്ടെത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. മീഡിയ 1 കൊച്ചി. കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ നാമനിർദ്ദേശ പത്രികയിലെ വ്യാജ ഒപ്പിൽ കേസ്. കോടല്ലൂരിൽ UDF സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ VK ഷമീമയടക്കം 6 പേർക്കെതിരെയാണ് കേസ്. പറശ്ശിനിക്കടവ് സ്വദേശി KP കൃഷ്ണന്റെ പരാതിയിലാണ് കേസ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വ്യക്തിപരമായി താൽപര്യമില്ലെന്ന് ഉടുമ്പൻചോല MLA MM മണി. പുതിയ മുഖങ്ങൾ വരുന്നതിൽ സന്തോഷമെന്നും പാർട്ടി നൽകിയ പരിഗണനയിൽ ഏറെ സന്തുഷ്ടനാണ്. മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. MM മണിയുടെ പ്രതികരണം മീഡിയ 1 ബാലറ്റ് റൈഡിൽ. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നേരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും LDF 3.0 അല്ലെ പിണറായി 3ാം വട്ടം അല്ലെങ്കിൽ LDF 3ാം വട്ടം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണല്ലോ LDF ഉള്ളത്. ആശാൻ എങ്ങനെ അടുത്ത തവണ 3ാം വട്ടവും ഞങ്ങൾ ആശാനെ ഇവിടെ പ്രതീക്ഷിക്കണോ? തെരഞ്ഞെടുപ്പിൽ അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നതല്ലേ. വ്യക്തിപരമായ അഭിപ്രായം പറയുന്ന കാര്യമില്ല. പാർട്ടി മത്സരിക്കണമെന്ന് തീരുമാനിച്ചാൽ ഓക്കെയാണ്. എനിക്ക് വ്യക്തിപരമായി അങ്ങനെ അതിനകത്ത് താല്പര്യവുമില്ല. 2 ടേണായി 10 വർഷം, അതിൽ 5 വർഷം മന്ത്രിയായി. എനിക്ക് ചെയ്യാവുന്ന സേവനമൊക്കെ ചെയ്തിട്ടുണ്ട്. പാർട്ടി എല്ലാ പരിഗണനയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും മത്സരിക്കണമെന്ന വ്യക്തിപരമായി അങ്ങനെ ഒരു താല്പര്യവും ആഗ്രഹമൊന്നുമില്ല. പിന്നെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം 5 ദിവസമായി കുറയ്ക്കുന്നത് ചർച്ച ചെയ്യാൻ സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചു. ഡിസംബർ 5-നാണ് യോഗം. ചീഫ് സെക്രട്ടറിയാണ് യോഗം വിളിച്ചത്. കേരളത്തിലും രാജ്ഭവന്റെ പേരുമാറ്റൽ നടപടികൾ തുടങ്ങി. ലോക്ഭവൻ എന്നാക്കുന്നതിന് മുന്നോടിയായി നിലവിലെ ബോർഡുകൾ എടുത്തു മാറ്റി. വിജ്ഞാപനം ഇന്നിറങ്ങും. അതിനുശേഷം പുതിയ ബോർഡ് സ്ഥാപിക്കും. ഇന്ന് ഗുരുവായൂർ ഏകാദശി. വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3-ന് തുറന്ന നട നാളെ രാവിലെയാവും അടയ്ക്കുക. സുപ്രീംകോടതി വിധി പ്രകാരം ഉദയാസ്തമന പൂജയോടെയാണ് ഇത്തവണ ഏകാദശി ആഘോഷം. 53 മണിക്കൂർ നട തുറന്നിരിക്കുന്നതിനാൽ പുലർച്ചെ 5 മുതൽ വൈകിട്ട് 5 വരെ സ്പെഷ്യൽ ക്യൂ ഒഴിവാക്കി. ഏകാദശി ദർശനത്തിന് വരി നിൽക്കുന്നവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. ഏകാദശിയോടനുബന്ധിച്ച് പഞ്ചരത്ന കീർത്തനാലാപനം, ചമ്പൈ സംഗീതോത്സവത്തിന്റെ സമാപനം തുടങ്ങിയ പരിപാടികളും ഇന്ന് നടക്കും. ഇടുക്കി മറയൂർ ചിന്നാർ റോഡിൽ കാട്ടാനയുടെ പരാക്രമം. ആംബുലൻസിന് മുന്നിൽ ആന ഏറെ നേരം നിലയുറപ്പിച്ചു. 1.5 കൊമ്പൻ എന്ന ആനയാണ് ആംബുലൻസിന്റെ വഴിമുടക്കിയത്. സൈറൻ മുഴക്കിയതോടെയാണ് ആന വനത്തിലേക്ക് മടങ്ങിയത്.